ഹലോ ഗായ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും നന്ദിയുണ്ട്. കാരണം എനിക്ക് എന്ത് പറ്റി എന്ന് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പ്ലസ് കമൻറ്റ്സും ഒരുപാട് വ്യൂസ് പോയി. ആൾക്കാർ എന്നെ വിളിക്കാൻ തുടങ്ങി, മെസ്സേജ് അയക്കാൻ തുടങ്ങി. ഞാൻ ഒട്ടും മൈൻഡിൽ പോലും ചിന്തിക്കാത്ത അത്ര ആൾക്കാർ ഉണ്ടാവില്ലേ, നമ്മളെ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ടാവില്ലേ, അവർ ഇന്നേ വരെ മെസ്സേജ് അയക്കാത്ത ആൾക്കാരൊക്കെ എനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് പറ്റിയിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി, മെസ്സേജസ് അയക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുറേ പേർ എന്നോട് ചോദിച്ചു ഇത് എങ്ങനെ സംഭവിച്ചു, ഈ കുക്കർ പൊട്ടിത്തെറിക്കാൻ കാരണം എന്താണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു, ലൈക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാൻ കാരണം. നിങ്ങളിത് ചോദിക്കുന്നതിന് ഒരു തെറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു അവയർനെസ്സാണ്, പറഞ്ഞു തരുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. ലൈക്ക് നാളെ നിങ്ങൾക്കിത് പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം എൻ്റെ ഫേസ് അത്യാവശ്യം ഹീലായി വരുന്നുണ്ട്. എനിക്ക് മെയിനായിട്ട് ഇതായത് കണ്ണിൻ്റെ ഇവിടെ, പിന്നെ ഈ ഒരു പോർഷൻ, പിന്നെ ഇവിടെ മെയിനായിട്ട് കണ്ണിന് താഴത്തെ സ്കിന്നാണല്ലോ സോ സെൻസിറ്റീവ്. സോ ആ ഒരു ഏരിയയിലാണ് പൊള്ളൽ ഏറ്റത്. കാരണം ഇത് വാട്ടർ തെറിച്ചിട്ടുണ്ടായ, വെള്ളം തെറിച്ചിട്ടുണ്ടായ ഒരു പൊള്ളലേ അല്ല. നമ്മൾ ചോറാണ് എൻ്റെ മുഖത്തോട്ട് വന്നത്. അപ്പോൾ ആ ചോറ് അരിമണി കണക്കെയാണ് സൈസിനാണ് എനിക്ക് പൊള്ളലേറ്റിട്ടുണ്ടായത്. പിന്നെ എനിക്കിതുപോലെ ശ്രദ്ധിച്ചാൽ കാണാം, കയ്യിലും ഇതുപോലെ അരിമണി കണക്കെ ഇവിടെയുണ്ട്, ഇതും അതുപോലൊക്കെ തന്നെ. പിന്നെ കുക്കർ ബ്ലാസ്റ്റായിട്ട് ഇത് നേരെ എനിക്ക് സംഭവം കറക്റ്റായിട്ട് ഇൻസിഡൻ്റ് ഇല്ല. കാരണം അപ്പം നമ്മൾ പേടിച്ചു പോകും. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും പേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. ഈ കുക്കർ വന്ന് വീണത് എൻ്റെ കാലയിൽ എന്ന് വെച്ചാൽ എൻ്റെ മുട്ടിൽ. സോ മുട്ടിൽ വന്ന് വീണപ്പോൾ ഉണ്ടായ അവിടെ ഇപ്പോഴും മുറിവുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പച്ച കളർ ഉണ്ടാവില്ലേ, നമ്മൾ നീലിച്ച് നിറം പൊന്തിയിട്ടുണ്ട്. അതായത് എനിക്ക് തൊടുമ്പോൾ വേദനയാണ്. പിന്നെ അവിടെ ഒരു ചുവപ്പ് നിറമായിട്ട് ഫുൾ ചുവന്ന് കിടക്കുന്നുണ്ട്. ഭാഗ്യത്തിന് ബബിളായിട്ടില്ല ഇതുവരെ, എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് വന്ന് വീണത് എൻ്റെ മുട്ടയിലായിരുന്നു. പിന്നെ ഞാൻ അമ്മയെന്നും വിളിച്ചുകൊണ്ട് കണ്ടം വഴി ഞാൻ ഓടി. പിന്നെ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് എന്താ ഇപ്പം ഉണ്ടായി. ഫസ്റ്റ് ഞാൻ വിചാരിച്ച് ഗ്യാസ് പൊട്ടിത്തെറിച്ച്. കാരണം കുക്കർ എൻ്റെ അടുത്തുണ്ട്, എനിക്ക് കുക്കറിൻ്റെ അടുത്തൊന്നും ആയും തോന്നുന്നില്ല. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഗ്യാസിന് എന്തോ പറ്റുക. അയ്യോ, ഞാൻ വിചാരിച്ചു ഞാൻ ഇല്ലാണ്ടായി. ഞാൻ വിചാരിച്ചു എൻ്റെ മുഖം പോയി, എൻ്റെ ബോഡി പോയി, ഞാൻ അവിടെ ഇല്ല എന്നാണ് എൻ്റെ മൈൻഡിൽ അപ്പോൾ വന്നത്. കാരണം എനിക്ക് താഴോട്ട് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ പോക്കാം. ഞാൻ അങ്ങോട്ട് ഓടി നേരെ സ്ലിപ്പാവാൻ തുടങ്ങി. കാരണം കഞ്ഞിവെള്ളം നിലത്തിരിപ്പുണ്ടേ. അങ്ങനെ ഞാൻ ഓടി ഇപ്പുറത്തെത്തി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് കുക്കറാണ് താഴെ വീണിട്ടുണ്ടായിരുന്നത്, കുക്കറാണ് ബ്ലാസ്റ്റ് ആയത്. അപ്പോൾ തന്നെ ഞാൻ റൂമിൽ ഉറങ്ങിക്കിടന്ന് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അവൻ ഓടി വന്ന് ഞാൻ പറഞ്ഞു ഗ്യാസ് ഓഫാക്കാൻ കാരണം ഗ്യാസ് കെട്ടുപോയായിരുന്നു, പക്ഷെ ലീക്കായിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അപ്പം തന്നെ അവൻ പോകുമ്പോഴേ അവനും സ്കിഡായി വീഴാൻ നോക്കി. ഞാൻ പറഞ്ഞു പയ്യപ്പോ എന്ന് പറഞ്ഞു. കാരണം ഫുൾ ചോറ് എന്ന് പറഞ്ഞാൽ വാഷ്റൂം, റൂം, ഫുൾ എയർ, നമ്മുടെ ഈ സർഫസ് അടക്കം ചോറായിരുന്നു. കാരണം അങ്ങനെ ഇങ്ങനെ ബൂം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവണേ. അപ്പം അവൻ ചെന്ന് ഗ്യാസ് ഓഫാക്കി. ഞാൻ 1-2 സെക്കൻഡ് നിന്ന് ആലോചിച്ച് എന്താ ഉണ്ടായത്. ഇപ്പം ചിന്തിക്കാൻ എനിക്ക് തോന്നുന്നത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കും കൂടെയാണെന്ന്. കാരണം കുക്കറിന് വിസിലടിയില്ല. 6 മാസമായിട്ടുള്ള വാങ്ങിച്ചിട്ട്. അതിൻ്റെ ബ്രാൻഡ് എനിക്കറിയില്ല. അതിൻ്റെ മേലെ ഗംഗ പ്ലസ് എന്ന് എഴുതിയിട്ടുള്ളൂ. എൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും ഇല്ല. അപ്പോൾ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുക്കറിന് വിസിലടിയാത്തത് കൊണ്ട് ഇത് ഇങ്ങനെ എന്ന് സംഭവമില്ലേ, അത് ഇതിന് വരില്ല. അതിങ്ങനെ ആ ഒരു എയർ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അപ്പം ഞാനൊന്ന് അപ്പുറം പോയി തിരിച്ചു വന്നപ്പോൾ ഇതിങ്ങനെ ടക്കടന്ന് പറഞ്ഞ് വിസിൽ ഇങ്ങനെ അടിച്ചാടുക. അപ്പം എനിക്കൊരു പന്തികൾ തോന്നി, ഇതെന്താ സംഭവം. അപ്പം ഞാനതൊന്ന് ഹോൾഡ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി വേണ്ട, ഇതെങ്ങാനും ബ്ലാസ്റ്റ് ആയാലും. ഞാൻ എൻ്റെ മൈൻഡോടെ എൻ്റെ അമ്മ സത്യം ഞാൻ അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത് ബ്ലാസ്റ്റ് ആവുമോ, ഈ ഒച്ച വരാൻ കാരണം എന്താ. കാരണം ഞാൻ ഒരു 2 സെക്കൻഡ് പോലും പിടിച്ചില്ല. ജസ്റ്റ് അവിടെ നിന്നു, കൈ എടുക്കുന്നു, അത്രേ ഉള്ളൂ. ആ ഒരു സെക്കൻഡ് പിടിക്കുന്നതിന് മുന്നെയാണ് ഞാൻ ചിന്തിച്ചത് ഇതെങ്ങാൻ പൊട്ടുമോ. കാരണം എനിക്ക് പേടി വന്നു. അപ്പം ഞാനത് പിടിച്ചു കൈയെടുത്തു ഓഫാക്കാൻ വേണ്ടി. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇതിൻ്റെ മൂടി ഓപ്പൺ ആയില്ല. ഇതിൻ്റെ മൂടി ഓപ്പൺ ആയത് ചിലപ്പോൾ എൻ്റെ മുഖം, എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ബേൺ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ എന്തോ ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അതുണ്ടായില്ല. ഇതിൻ്റെ വിസിൽ തെറിച്ച്, ആ വെയിറ്റ് തെറിച്ച് ചോറും ആവിയും പുറത്തോട്ട് പോയതുകൊണ്ട് തന്നെ ഇത് നേരെ താഴ്പോട്ട് വീണ്. ഭാഗ്യത്തിന് ഇത് കുക്കർ കംപ്ലീറ്റ്ലി ബ്ലാസ്റ്റ് ആയില്ല. ബ്ലാസ്റ്റ് ആയാൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. എന്തോ ദൈവാനുഗ്രഹം.
അപ്പോൾ ഈ വിസിൽ തെറിച്ചിട്ട് വെയിറ്റ് തെറിച്ച് ചോറ് പുറത്തോട്ട് വന്നതാണ് എൻ്റെ ഫേസിൽ ഈ പൊള്ളിയ മാർക്സ്, ഇത്രയും പൊള്ളിയത്. ഇത് നേരെ എൻ്റെ മുട്ടിലോട്ട് വീണു. ഞാൻ അവിടെ നിന്ന് ഓടി. ഇപ്പോഴും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, എന്തോ ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഈ ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഫേസിൽ എന്തെങ്കിലും സ്കാർസ് അല്ലെങ്കിൽ എൻ്റെ ഫേസിന് എന്തെങ്കിലും ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ഫീൽഡിൽ ഫ്യൂച്ചറില്ല, അത് ഉണ്ടാവത്തില്ല. കാരണം എനിക്ക് അവിടെ മെയിനായിട്ട് നമ്മളെ ഫേസ്, നമ്മളെ ഗ്രൂമിങ് ഒക്കെ ആയിരിക്കണം. അപ്പോൾ ഗ്രൂമിങ് പാർട്ട് എന്ന് പറയുമ്പോൾ എൻ്റെ മെയിൻ ഫേസാണ്. അപ്പോൾ ഫേസ് പൊള്ളിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് എത്ര മാസത്തോളം റെസ്റ്റ് എടുക്കേണ്ടി വരും. അത് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ എനിക്ക് ഡ്യൂട്ടിയിൽ പോകാനും പറ്റത്തുള്ളൂ. സോ എന്തോ ഒരു ഭാഗം കൊണ്ട് എനിക്കിപ്പോൾ ഈ ഇത്ര പൊള്ളൽ മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ 5 ദിവസമായി ഡ്യൂട്ടിക്ക് പോയിട്ട്, ഇനി പോയി തുടങ്ങണം. പോന്നു. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഹീലാവാൻ തുടങ്ങി. ഈ ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ പൊളിയാൻ തുടങ്ങി. ഇതൊക്കെ ഉണങ്ങാതെ തന്നെ എൻ്റെ കൈ കൊണ്ട് തട്ടിയിട്ട് പൊളിഞ്ഞ് ബ്ലീഡിങ് ആയത്, ഇൻക്ലൂഡിങ് ചെവിയിലടക്കമുണ്ട്. അപ്പം നിങ്ങൾ കുക്കർ യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ സത്യം ഞാൻ പറയാം, നമ്മൾ അടുക്കളയിലൊരു ബോംബാണ് കുക്കർ. പറയാം റൈസ് കുക്കർ യൂസ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഇലക്ട്രിക് കുക്കർ യൂസ് ചെയ്യാം. ഈ കണക്കുള്ള അലൂമിനിയം സ്റ്റീലായിട്ടുള്ള കുക്കർ ശരിയാണ്, സമയം ലാഭിക്കാം. പക്ഷേ ഇത് വളരെ ഡേഞ്ചറാണ്. അതിൽ റൈസ് അല്ലെങ്കിൽ പരിപ്പ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കാതിരിക്കുക. അത് കാരണം പെട്ടെന്ന് അത് നോസ് ഫില്ലാവും, ബ്ലാസ്റ്റ് ആകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. പിന്നെ ഒരു തവണ പൊട്ടിയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല. പിന്നീട് അതൊരു വലിയ ട്രോമയും കൂടെയാണ്. എനിക്കിപ്പോൾ അടുക്കളയിൽ കയറുമ്പോൾ എനിക്കൊരു പേടി. എനിക്ക് അവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ വീട് വിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലെയും കൂടെ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്കിതൊരു പേടിയാണ്. ഗ്യാസ് ഓണാക്കണം ഓഫാണ്, ലൈക്ക് അതൊക്കെ ഞാൻ ലൈറ്റായിട്ട് ഓണാക്കും, ലൈറ്റായിട്ട് അത് അവിടെ ഇടും. പക്ഷെ അങ്ങനെയല്ല, ഇപ്പം ഞാൻ ഓണാക്കുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഗ്യാസ് താഴെ ഓഫാക്കും. കാരണം അത്ര എനിക്കൊരു ട്രോമയായി. എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. കുക്കർ എടുക്കുമ്പോൾ തന്നെ എനിക്കിപ്പോൾ പേടിയാണ്. സോ എല്ലാവരും സൂക്ഷിക്കുക. അന്വേഷിച്ചതിനും എന്നെ വിളിച്ചതിനും എനിക്ക് മെസ്സേജ് അയച്ചതിനും എനിക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി കുറേ പേര് എനിക്ക് കമൻറ്റ് വഴി ചോദിച്ചതിന് എല്ലാവർക്കും നന്ദി. ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സൂക്ഷിക്കുക. ബൈ.